നമസ്കാരം, എല്ലാവർക്കും മൂൺസ് നെസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഓണം സെലിബ്രേഷന് കളിക്കാൻ പറ്റിയ ഒരു സെമി ക്ലാസിക്കൽ ഡാൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഇതിൽ 2 സോങ്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തേത് ഹൃദയം എന്ന സിനിമയിലെ നഗുമോ എന്ന പാട്ടാണ്. രണ്ടാമത്തെ പാട്ട് പവിത്രം എന്ന സിനിമയിലെ ശ്രീരാഗമോ എന്ന പാട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നഗുമോ എന്ന പാട്ട് എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് നോക്കാം. Panisa papa nisa papa nisa papa nisa nagumo umuganale nina jali tilisi nagumo umuganale nina jali tilisi nanu ശ്രീ രഘുവര നീനകുമോ. ആദ്യത്തെ മ്യൂസിക്കിന്റെ സ്റ്റെപ്പ് നമ്മൾ 2 കൈയിലും കടകാമുഖം പിടിച്ചിട്ട് കോർണറിലേക്ക് തിരിഞ്ഞു നിൽക്കണം. എന്നിട്ട് നമ്മൾ റൈറ്റ് ഹാൻഡിലേക്ക് നോക്കണം. അത് കഴിഞ്ഞിട്ട് അരമണ്ഡലത്തിൽ ഇരുന്ന് 1 കാല് നീട്ടി വെക്കണം. 1 2 എന്ന് പറയുമ്പോൾ നമ്മൾ കാല് ബാക്കിലേക്ക് കൊണ്ടുപോകണം. ആ സമയത്ത് നമ്മൾ ബാക്കിലേക്ക് ഒന്ന് ഫ്രണ്ടിലേക്ക് ഒന്ന് ഇങ്ങനെ കുനിയണം. അപ്പോൾ 1 2 3 4 ഇങ്ങനെ വരും. അതായത് കാല് 1 2 3 4 ഇങ്ങനെ വരും. ഫസ്റ്റ് നമ്മൾ ഫ്രണ്ടിലേക്ക് ബെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും കാല് അവിടെ വെച്ചിട്ട് ബാക്കിലേക്ക് ബെൻഡ് ചെയ്യണം. അത് കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പ് നമ്മൾ 2 കൈയും പതാക പിടിച്ച് ഓപ്പോസിറ്റ് ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് 1 2 അപ്പോൾ അവിടെ നിന്ന് എടുക്കണ സമയത്ത് റൈറ്റ് ഹാൻഡ് ക്ലോസ് ചെയ്തിട്ടാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ ചെസ്റ്റിന്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്യണം. അപ്പോൾ 1 2 അപ്പോൾ റൈറ്റ് ലെഗ് ബാക്കിലേക്ക് എടുക്കുക, റൈറ്റ് ഹാൻഡ് ബാക്കിലേക്ക് എടുക്കുക. അപ്പോൾ 1 2 അത് കഴിഞ്ഞാൽ 3 4 ഇങ്ങനെ വരും. ഇനി ഇത് തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലും കളിക്കണം. അപ്പോൾ നമ്മൾ റൈറ്റ് കോർണറിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് 1 2 3 4 1 2 3 4 ഇങ്ങനെ. അടുത്ത സ്റ്റെപ്പ് നമ്മൾ കളിക്കേണ്ടത് പറവൽ അടവിന്റെ 4th സ്റ്റെപ്പാണ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 2 സൈഡിലേക്കും നമ്മൾ ഇങ്ങനെ പോകണം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നത് 1 2 3 4 5 6 കഴിഞ്ഞിട്ട് ഒന്ന് തിരിയുക. അത് കഴിഞ്ഞാൽ 1 2 ലെഫ്റ്റ് സൈഡിലേക്കും 7 8 ഇങ്ങനെ വരും. ഇനി അടുത്തത് വരുന്നത് നമ്മൾ ഇതേപോലെ ലെഫ്റ്റ് കോർണറിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് ഫസ്റ്റ് റൈറ്റ് ഹാൻഡ് ഇങ്ങനെ നീട്ടണം. അപ്പം 1 ഇങ്ങനെ വരും. അപ്പം 1 2 3 അത് കഴിഞ്ഞാൽ 1 2 3 4 ഇങ്ങനെ വരും. അതായത് ആദ്യം നമ്മൾ കോർണറിലേക്ക് ലെഫ്റ്റ് കോർണറിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് 1 2 3 അപ്പോൾ ഇങ്ങനെ വന്നിട്ട് പിന്നെ നമ്മൾ നേരെ ഓപ്പോസിറ്റ് കോർണറിലേക്ക് തിരിഞ്ഞു. പക്ഷെ ആ സമയത്ത് നമ്മൾ നോക്കുന്നത് ഈ കോർണറിലേക്കാണ്, അതായത് ലെഫ്റ്റ് കോർണറിലേക്ക്. അപ്പോൾ ആദ്യം റൈറ്റ് കോർണർ പിന്നെ ലെഫ്റ്റ് കോർണർ ഇങ്ങനെ വരും. അത് കഴിഞ്ഞാൽ നമ്മൾ റൈറ്റ് ഹാൻഡ് ഇങ്ങനെ തിരിപ്പിച്ചിട്ട് അപ്പോൾ ആ കാല് ഇവിടെ വെക്കുക. എന്നിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഈ കാല് പൊന്തിച്ച് നിർത്തണം. ഇനി ഇതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡും ചെയ്യാം. അപ്പോൾ നമ്മൾ റൈറ്റ് കോർണറിലേക്ക് തിരിഞ്ഞു നിൽക്കുക. 1 2 3 4 5 6 ഇങ്ങനെ. ഇനി അടുത്തതായിട്ട് പാട്ടിന്റെ ലിറിക്സ് പാടി തുടങ്ങും. അപ്പൊ ആ സമയത്ത്
ആദ്യമായിട്ട് നമ്മൾ അഭിനയമാണ് കാണിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഇതൊരു ഓണം സെലിബ്രേഷന് വേണ്ടി കളിക്കുന്ന ഡാൻസ് ആയത് കാരണം നമ്മളിവിടെ പൂക്കളുടെ ഭംഗി ആസ്വദിക്കുന്നതും അതുപോലെ തന്നെ പൂക്കൾ പൊട്ടിച്ച് പൂക്കളം ഇടുന്നതും ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത്, അതായത് ഇങ്ങനെ എല്ലായിടത്തും കാണിച്ചിട്ട് നമ്മുടെ ചുറ്റും, അതായത് നിൽക്കുമോ ഇങ്ങനെ കാണിക്കുക. അപ്പം ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം കാണിക്കുന്നത് ഇങ്ങനെ കാണിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ പൂക്കൾ കാണിക്കണം. ഇങ്ങനെ 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 പൂക്കൾ കാണിക്കുക. അപ്പോൾ നിൽക്കുമോ ഓ മുഗനലേ കുറേ പൂവ് കാണിച്ചു. അത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വാവ് നടക്കുകയാണ്. അപ്പം തെലിസി എന്ന് പറയുമ്പോൾ നമ്മളൊരു മനോഹരം എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ മുഖം തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് നമ്മളിങ്ങനെ നോക്കാം. അപ്പം നഗുമോ ഓ മുഗനലേ നീരാജാലി തെലിസി ഇങ്ങനെ വരും. ഇനി അടുത്ത നഗുമോ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഒരു പൂവ് കാണിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് കാലൊന്നിങ്ങനെ നീട്ടി വെച്ച് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് നമ്മുടെ പൂവ് ഇങ്ങനെ വിരിയണ പോലെ കാണിക്കുക. അപ്പോൾ ഇങ്ങനെ കാണിച്ചിട്ട് അടുത്തതായിട്ട് നമ്മൾ ഒരു വണ്ട് പൂവിൽ നിന്നും തേൻ കുടിക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ വണ്ട് ഭ്രമരം ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വന്ന് അത് കഴിഞ്ഞ് പൂവിൻ്റെ ചുറ്റും ഇങ്ങനെ നടക്കുക. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും കുറേ പൂമ്പാറ്റകളിനെയാണ് നമ്മൾ ഇങ്ങനെ കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെ ആസ്വദിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പം നഗുമോ ഇങ്ങനെ വരും. ഇനി അടുത്തതായി നമ്മൾ പൂക്കള് പൊട്ടിച്ചിട്ട് നമ്മൾ പൂക്കളം ഇടുന്നതാണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം ഇങ്ങനെ ഓരോ പൂവായിട്ട് ഇങ്ങനെ പൊട്ടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ആ പൂക്കളൊന്ന് മണക്കുകയാണ്. അപ്പം നല്ല മണമുണ്ട്, നല്ല സുഗന്ധമാണ്. അപ്പം ഇങ്ങനെ നാക്കിയിട്ട് നമ്മളത് താഴ്ത്ത് വെച്ച് ഇങ്ങനെ ഓരോ പൂവായിട്ട് പൂക്കളം ഇട്ടു. അത് കഴിഞ്ഞ് നമ്മൾ നന്നായിട്ടുണ്ട് എന്നുള്ള ഒരു ഭാവത്തിൽ ഇങ്ങനെ ആക്കി. അത് കഴിഞ്ഞ് അടുത്തതായിട്ട് നമ്മൾ ഇപ്പോൾ ഓണമായ കാരണം മഹാബലിനെ കാണിക്കാൻ രാജാവ് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഇങ്ങനെ കാണിച്ചിട്ട് നമ്മളിങ്ങനെ നോക്കുകയാണ്, വരവ് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തതൊരു മ്യൂസിക്കാണ്. അപ്പോൾ അതിന് നമ്മൾ ഒരു മോഹിനിയാട്ടത്തിൻ്റെ സ്റ്റെപ്പാണ് കളിക്കുന്നത്. അപ്പോൾ ആദ്യം രണ്ട് കൈയിലും കടകാമുഖം പിടിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് റൈറ്റ് ലെഗ് ഫ്രണ്ടിലേക്ക് വെച്ച് നമ്മുടെ ബോഡി നമ്മുടെ കൈയിൻ്റെ ഒപ്പം കുറച്ചൊന്ന് ഇങ്ങനെ നീങ്ങണം. അപ്പോൾ 1 2 3 4 5 1 2 3 4 5 ഇങ്ങനെ വരും. അത് കഴിഞ്ഞാൽ നമ്മൾ റൈറ്റ് ഹാൻഡിൽ ആദ്യം മയൂര മുദ്ര പിടിച്ചിട്ട് അപ്പോൾ 1 2 3 4 ഇങ്ങനെ വരും. അത് കഴിഞ്ഞാൽ 1 2 3 4. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ നിന്നു. അത് കഴിഞ്ഞിട്ട് 1 2 3 4 ഇങ്ങനെ നിന്നു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് 1 2 3 4 1 2 3 4 ഇത്ര വരും. അതായത് 1 2 3 4 1 2 3 4 5 6 7 8 ഇങ്ങനെ.